ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 3 വ്യാഴം. ഇന്ന് മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ, സീറോ മലബാർ സഭാ ദിനം. സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല, മാർത്തോമാ നസ്രാണി സമൂഹത്തിന് മുഴുവൻ ഏറെ പ്രത്യേകതയുള്ള വലിയ തിരുനാൾ. സഭയിലിത് കടമുള്ള ദിവസം കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒബ്ലിഗേഷൻ ഉണ്ട്. പരിശുദ്ധ കുർബാന അർപ്പിച്ച്, പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ തിരുനാൾ ആഘോഷിക്കാൻ സാധിക്കുന്ന എല്ലാവരും തിരക്കുകളുടെയൊക്കെ മധ്യേ സമയം കണ്ടെത്തി പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ ഈ ഓർമ്മ ഏറ്റവും സമുചിതമായി ആചരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ: ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാം വായന സുഭാഷിതങ്ങൾ 4-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം എഫേസൂസ് ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. തോമാസ് ശ്ലീഹായെക്കുറിച്ച്, തോമാസ് ശ്ലീഹായുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ നോമ്പ് കാലത്ത് ദർശനം സീരീസ് നടത്തിയപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡുണ്ട്. ശരിക്കും ഈ ദിവസം തോമാസ് ശ്ലീഹായെ കുറച്ചുകൂടെ ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ചെയ്യേണ്ടത് ആ ദർശനം എപ്പിസോഡ്, തോമാസ് ശ്ലീഹായെക്കുറിച്ച്, സെയിൻറ്റ് തോമസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ എപ്പിസോഡ് ഒന്ന് പോയി കാണണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു. അത് നിങ്ങളെ സഹായിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു ശൈലിയിലാണ്. തോമാസ് ശ്ലീഹായുടെ ആ പ്രേഷിത ശൈലി ഒരു സഭയെ പടുതുയർത്തി. ഇപ്പോൾ സീറോ മലബാർ സഭ അല്ലെങ്കിൽ ഈ മാർത്തോമാ നസ്രാണി സമൂഹം, അത് മലങ്കര സഭയാകട്ടെ, ഓർത്തഡോക്സ് സഭയാകട്ടെ, യാക്കോബായ സഭയാകട്ടെ, മാർത്തോമാ സഭയാകട്ടെ, നമ്മളൊക്കെ അഭിമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. തോമാസ് ശ്ലീഹായുടെ പാരമ്പര്യം പേറുന്ന അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭയാണ് നമ്മളെന്ന് അഭിമാനിക്കുന്നു. അപ്പോൾ ഈ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ ഇവിടെ ഒരു സഭ പണിയപ്പെട്ടത്. അപ്പോൾ തോമാസ് ശ്ലീഹയുടെ ഒരു പ്ലാൻ, അത് തോമാസ് ശ്ലീഹയുടെ പ്ലാൻ അല്ല, കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇന്നത്തെ 4 വായനകളിലൂടെ സുന്ദരമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ 4 വായനയുള്ള ദിവസം നമ്മളത് 4 കൂടി ഇങ്ങനെ ഞാൻ ത്രെഡെന്ന് ഓമന പേരിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്. ഇന്നത്തെ വായന സാധിക്കും. പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ലോകത്തിലെ കത്തോലിക്ക സഭകളിൽ, സഭാ കൂട്ടായ്മയിൽ ലത്തീൻ സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഭയായ സീറോ മലബാർ സഭ, മാർത്തോമാ നസ്രാണി സമൂഹങ്ങളിലെ സഭകളിൽ ഏറ്റവും വലിയ സഭയായ സീറോ മലബാർ സഭ, സങ്കടത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ ഒക്കെ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ തോമാസ് ശ്ലീഹായുടെ ആ ശൈലി നമുക്കൊക്കെ മാതൃകയാണ്. അത് ഓരോ ക്രിസ്ത്യാനിക്കും മാതൃകയാണ്, ഓരോ പുരോഹിതനും സഭയെ നയിക്കുന്നവർക്കും ഒക്കെ അത് മാതൃകയാണ്. നമുക്കത് എങ്ങനെയാണെന്ന് ഈ 4 വായനകളിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സുവിശേഷം നമുക്ക് ആരംഭിക്കാം. സുവിശേഷത്തിൽ ഈശോയെ കണ്ട് മിശിഹാ ദർശനം സ്വന്തമാക്കി വിശ്വാസം ഏറ്റുപറയുകയാണ് തോമാസ് ശ്ലീഹ. വിശ്വാസം തോമാസ് ശ്ലീഹ ഏറ്റുപറയുന്നു. മിശിഹാ ദർശനം, ഉദ്ദിതനെ കണ്ടുമുട്ടുന്നു. ശരിക്കും സഭാ ശുശ്രൂഷ, ക്രിസ്തീയ ജീവിതം, പ്രേഷിത വേല ആരംഭിക്കേണ്ടത് ഈ മിശിഹാ ദർശനത്തിൽ നിന്നാണ്. ഈ സുവിശേഷമാണ്. കർത്താവിനെ കാണണം. കർത്താവിനെ കണ്ടൊരാള് അതിനുശേഷം ചെയ്യുന്ന ഒരു ഓർഡർ നമുക്ക് ഇന്നത്തെ മറ്റ് 3 വായനകളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കാം. ഒന്നാമത്തത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. 15-ാം വാക്യം: ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. സൃഷ്ടി കർമ്മത്തിൽ മനുഷ്യനെ കർത്താവ് ട്രസ്റ്റിഷിപ്പ്, സൂക്ഷിപ്പുകാരനായി, സംരക്ഷകനായി ഏൽപ്പിച്ച രംഗമാണ്. അതുപോലെ അന്ന് പിതാവ് ആദത്തിനെ ഏൽപ്പിച്ചതുപോലെ ഇവിടെ ഈശോ ശിഷ്യന്മാരെ ലോകം മുഴുവനെയും ഏൽപ്പിക്കുകയാണ്. പുതിയൊരു വിശാലമായ ഏദൻ തോട്ടം കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് സംരക്ഷിക്കണം. ഈ ദേശത്തെ, ലോകത്തെ വചനം കൊണ്ട്, മിശിഹായെക്കുറിച്ചുള്ള പ്രഘോഷണം കൊണ്ട് കൃഷി ചെയ്യണം, സംരക്ഷിക്കണം. വചന വിത്ത് വിതയ്ക്കണം. 1-ാം വായന അന്ന് ആദം ഏറ്റെടുത്ത ഉത്തരവാദിത്വം അതുപോലെ തോമാസ് ശ്ലീഹ ഏറ്റെടുക്കുകയാണ്. കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും.
കർത്താവ് ഭരമേൽപ്പിച്ച വചനം കൊണ്ട് ആ വിത്ത് കൊട്ട നിറയെ വിത്ത് നിറച്ച് വിതയ്ക്കാനിറങ്ങുന്ന കർഷകനെ പോലെയാണ് തോമാസ് ലീഹ. അപ്പോൾ ഓരോ സഭാ ശുശ്രൂഷകനും ചെയ്യേണ്ടത്, ഒന്നാമത് മിശിഹ ദർശനം, കർത്താവിനെ കാണണം. 2, കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമുള്ള ദൗത്യം ഏറ്റെടുക്കണം. കൃഷി ചെയ്യുക, സഭയെ വളർത്തുക; സംരക്ഷിക്കുക, സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യുക; സഭയെ പൊതിഞ്ഞു പിടിക്കുക. അത് ചെയ്യണം. അത് കർത്താവ് ഈ ഭൂമിയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. അടുത്തത് 2ാം വായന സുഭാഷിതങ്ങളിലാണ്. സുഭാഷിതങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സുഭാഷിതം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം തൊട്ടാണ്. നടക്കുമ്പോൾ നിന്റെ കാല് ഇടറുകയില്ല, ഓടുമ്പോൾ വീഴുകയില്ല. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. അതായത് ഈ ശുശ്രൂഷ ഇറങ്ങിത്തിരിക്കും തോമസ് ലീഹ തന്നെ ചെയ്തത്. കർത്താവ് പറഞ്ഞത് അതുപോലെ ഏറ്റെടുത്തിട്ട് ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 14-ാം വാക്യം സുഭാഷിതങ്ങൾ 4:14. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയും അരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. അപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ 1, കർത്താവിനെ കണ്ടു തുടങ്ങണം, സുവിശേഷം. 2, കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമുള്ള ദൗത്യം ഏറ്റെടുക്കണം. 3, കർത്താവിൻ്റെ ഉപദേശം അച്ചട്ടായി പാലിക്കണം. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കരുത്, അതിൽ നൊഴിഞ്ഞു മാറി നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. 16-ാം വാക്യം, എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല, ആരെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. ഈ ജാഗ്രത നമ്മുടെ യാത്രയിൽ വഴികളിൽ ഉണ്ടാകണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് ലേഖനത്തിലേക്ക്, എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയെ, അതൊരു കുടുംബമാകാം, കുടുംബ കൂട്ടായ്മയാകാം, ഇടവകയാകാം, രൂപതയാകാം, സഭ മുഴുവനുമാകാം, ലോകം മുഴുവനെയും മിശിഹായ്ക്ക് വേണ്ടി നേടിയെടുക്കുന്ന ശുശ്രൂഷയാകാം. ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എഫേസോസ് ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കിടപ്പുണ്ട്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പസ്തോലന്മാരുടെ അടിത്തറമേൽ പണിയപ്പെട്ടു, അതിൻ്റെ മുകളിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതാണ് ഈ അപ്പസ്തോലിക പാരമ്പര്യം, അപ്പസ്തോലിക സഭ. അപ്പൊ അപ്പസ്തോലന്മാരുടെ പാരമ്പര്യത്തോട് കൂറും വിശ്വസ്തതയും ഉള്ള ഒരു സമൂഹമായി സഭ വളർന്നു വരണം. അതിലേറെ ശ്രദ്ധിക്കേണ്ടത് അടുത്തത്, ഈ അടിത്തറയുടെ മൂലക്കല്ല് മിശിഹായാണ്. ഈ അടിത്തറയുടെ മൂലക്കല്ല്, അടിത്തറ അപ്പസ്തോലന്മാരും മൂലക്കല്ല് മിശിഹായുമാണ്. 21-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. മിശിഹായിൽ ഭവനമൊന്നാകെ ഒന്നാക്കപ്പെട്ടിരിക്കുന്നു. അതായത് വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മൾ ഒന്നാകേണ്ട ഒരൊറ്റ പേര് മിശിഹ. ഇന്ന് ഭിന്നതകളും വ്യത്യാസങ്ങളും ഏറുന്നൊരു കാലത്ത്, സഭാ സമൂഹങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളും ഭിന്നതകളും ഏറുന്ന കാലത്ത്, മാർത്തോമ നസ്രാണി സമൂഹം തന്നെ പല സഭകളായി നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണിത്. അപ്പസ്തോലിക പാരമ്പര്യം, മിശിഹ എന്ന മൂലക്കല്ല് നമ്മളെ ഐക്യപ്പെടുത്തുന്ന ഫാക്ടേഴ്സ് ആണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയണ്ടേ. നമുക്കിടയിലുള്ള വ്യത്യാസങ്ങളെക്കാൾ വലുതാണ് നമ്മളെ ഐക്യപ്പെടുത്തുന്ന ഘടകം. അതിൻ്റെ പേരാണ് ഈശോ മിശിഹായും അപ്പസ്തോലന്മാരും. അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട സഭ, മിശിഹായാകുന്ന മൂലക്കല്ല്. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ കർത്താവിൽ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് എന്താണ് ഈ ദേവാലയം? ദൈവ സാന്നിധ്യം. മിശിഹ എന്ന മൂലക്കല്ല്, അപ്പസ്തോലന്മാരാകുന്ന അടിത്തറ, അതിനു മുകളിൽ പണിയപ്പെടുന്ന ഒരു സഭ. ആ സഭ ദേവാലയമായി മാറും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ചുറ്റുമുള്ളവർ കാണും ഇത് ദേവാലയമാണ്. ആ സഭാ കൂട്ടായ്മ, ആ ക്രിസ്ത്യാനികളുടെ സമൂഹം, ആ ക്രിസ്ത്യാനി തന്നെ ദേവാലയമാണ്. നമ്മുടെ മധ്യേ ദൈവ സാന്നിധ്യം വെളിപ്പെടും. ഈ ദുഃഖ്രാന ദിവസം, നമ്മുടെ പിതാവായ തോമാസ് ലീഹായുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസം, നമുക്കും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. തോമാസ് ലീഹായെ പോലെ ഉദ്ധിതനെ കണ്ണിറയെ കണ്ടതിൻ്റെ തികവിൽ സുവിശേഷ വേലയ്ക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നത് പോലെ ഇറങ്ങിത്തിരിക്കട്ടെ. ഏദനിൽ ആദത്തെ പറുദീസ ഏൽപ്പിച്ചതുപോലെ നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷാ മേഖലകളെ കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമായി തിരിച്ചറിഞ്ഞ് നാം സ്വീകരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെ കർത്താവിൻ്റെ ഉപദേശം മുറുകെ പിടിച്ച്
നമ്മൾ ഓരോരുത്തരും, നമ്മുടെ വൈദികരും നമ്മുടെ ആചാര്യന്മാരും നമ്മളെ നയിക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പോൾ മിശിഹായാകുന്ന മൂലക്കല്ലിൽ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ട സഭയിൽ ദേവാലയം വെളിപ്പെടുകയും ചുറ്റുമുള്ളവർ ഇതിന് മധ്യേ ദൈവത്തെ കാണുകയും ചെയ്യുന്ന മഹാത്ഭുതം നമ്മുടെ കാലത്ത് നടക്കുകയും ചെയ്യും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.